അപ്പോൾ നമ്മളിന്ന് മൈൻഷാഫ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. 6ാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഇത്. അപ്പോൾ മൈൻഷാഫ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഞാൻ ചിലപ്പോൾ ഇന്ന് ശരിക്കും ലോസ്റ്റ് ഇൻ ഷാഫ്റ്റ് ആവും. നോക്കാം നമുക്ക്. നമുക്കിപ്പോൾ ഇതൊക്കെ സ്ട്രിങ്ങൊക്കെ കൊണ്ടോ, സ്ട്രിങ്ങൊക്കെ ആവശ്യം വരും. കേസ് സ്പൈഡറൊക്കെ ഉള്ളതുകൊണ്ട് സൂക്ഷിച്ച് വേണം നടക്കാൻ. ഞാൻ ഇന്നലെ ഓഫ് ക്യാമറയിൽ ഞാൻ ഡീസ്ലേറ്റ് വൈൻ ചെയ്യുന്ന സമയത്ത് അയൺ വെയിൻ കണ്ടുപിടിച്ചായിരുന്നു. മറ്റേ ടഫിൻ്റെ ഉള്ളിൽ വരുന്ന ആ വലിയ നീണ്ടു നിൽക്കുന്നത്. അതിനെനിക്ക് ഒരു സ്റ്റാക്കും 4 എണ്ണം കണ്ട് കിട്ടിയെന്ന് അയണ്. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി, സോറി. അങ്ങോട്ടേക്ക് പോകണ്ട, അവിടെ കേവ് സ്പൈഡറിൻ്റെ സ്പോണർ വേണ്ട. ഇങ്ങോട്ടേക്കുണ്ടോ? ഇതൊക്കെ കേവാ, ഇതൊക്കെ കേവ്. അങ്ങോട്ടേക്ക് പോകണോ? അല്ലെങ്കിൽ വേണ്ട, റിസ്ക് എടുക്കുന്നില്ല. ഓക്കെ, ഇങ്ങോട്ടേക്ക് പോയി നോക്കാം. കണ്ണും കാണാൻ മേല. ഇതൊക്കെ ഡെഡൻ്റാണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ തുടക്കം പോലെ ആയിരിക്കും. എല്ലായിടത്തും ഇപ്പം ചത്തേനെ. അങ്ങോട്ടേക്കുണ്ടോ? ഇങ്ങോട്ടേക്കുണ്ട്. അപ്പോൾ ഡയമണ്ട് കിട്ടിയാൽ അത്രയും കൊള്ളാം. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പൊട്ടാറ്റോ ഫാം ഉണ്ടാക്കാൻ ഇരുന്നായിരുന്നു. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അത് ഉണ്ടാക്കാണെങ്കിൽ വേറെ കുറേ സംഭവം വേണം. അപ്പോൾ അത് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് തൽക്കാലത്തേക്ക് ഉണ്ടാക്കുന്നില്ല. ഇങ്ങനെ അയൺ ടെഫിൻ്റെ അടുത്തിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഓർത്താൽ അതൊരു വലിയൊരു അയൺമേനാണ്. നിങ്ങളുടെ ടഫ് ഇങ്ങനെ കൊഴിച്ച് മാറ്റുമ്പോൾ ചിലപ്പോൾ കാര്യം കാണാൻ പറ്റും. ഞാൻ ഈ സമയം അയണിൻ്റെ അടുത്ത് ടഫിൻ്റെ അടുത്ത് അയണുണ്ടെങ്കിൽ ഞാൻ അപ്പം അതിൻ്റെ ചുറ്റിനും കുഴിച്ച് നോക്കും ടഫിനാണെന്ന് അറിയാൻ വേണ്ടി. ഇതെങ്ങും ഞാൻ മൈൻഷാഫ്റ്റ് ഫുള്ളും കാണുന്നില്ല കേട്ടോ. ഇത് മൈൻഷാഫ്റ്റ് എങ്ങോട്ടാണ് ഇരിക്കുന്നത്? എങ്ങോട്ടും ഡെഡൻ്റാണ്. അങ്ങോട്ടേക്കൊന്നുമില്ല. മേളിലേക്കാണോ? അവിടെയും ഒന്നുമില്ല. എന്നാൽ സ്ട്രിങ്ങും ഉണ്ട്. കൊബബ് ഇപ്പോൾ മൈൻഷാഫ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ട് ഇതിൻ്റെ വണ്ടയിലേക്കുണ്ട്. ഇതിൻ്റെ വണ്ടയിലേക്ക് പോകാൻ കയ്യിൽ ബിൽഡിംഗ് ബ്ലോക്ക് ഉണ്ട്. ഉണ്ട് ഭാഗ്യത്തിന്. അങ്ങോട്ടേക്ക് കാണുമ്പോൾ തന്നെ ഡയമണ്ട് ഡയമണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലാവയാണല്ലോ. ഇങ്ങോട്ടേക്ക് എത്തിയാൽ അങ്ങനെ അവനെ കൊന്നിട്ടുണ്ട്. അവനെ കൊന്നിട്ട് എനിക്ക് വേറൊരു ഇത് കിട്ടി. അതിൻ്റെ വേറെന്തായിരുന്നു? ആരൊക്കെ വേണ്ടിയാണ് അവനെ കൊന്നത്? മിക്കവാറും എൻ്റെ ഉള്ളിൽ ലോസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ അയണൊക്കെ എടുത്തുകൊണ്ടോ അയൺ ആവശ്യം വരും. ഒക്കെ ഇങ്ങനെ കുറേ പിക്ചക്സൊക്കെ ഉണ്ടാക്കാം. ഞാൻ ആ പൊട്ടാറ്റോ ഫാം ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് അതിൽ ഇതൊക്കെ വില്ലേജറിനെ കൊണ്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ വേറെ എനിക്ക് അതൊക്കെ ഉണ്ടാക്കാൻ ഉള്ള റിസോഴ്സ് എൻ്റെ കയ്യിലില്ല, ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ വില്ലേജറിനെ വെച്ചുള്ളതാണ് വിചാരിച്ച് വില്ലേജർ വീടർ എങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ നോക്കാൻ വേണ്ടി ഒരു ക്രിയേറ്റീവ് വേൾഡ് ഉണ്ടാക്കി നോക്കി. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ഞാൻ ഉണ്ടാക്കി ഒന്നും വർക്കാവുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് ഇപ്പോഴത്തേക്ക് മാറ്റി വെച്ചു.
എന്നിട്ട് വേറെ ഇപ്പം മൈൻഷാഫ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ എൻ്റെ എപ്പിസോഡിൽ അങ്ങാണ്ട് പറഞ്ഞാണ്. ഈ മൈൻഷാഫ്റ്റ് കണ്ടുവച്ചപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു മൈൻഷാഫ്റ്റ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന്. പക്ഷെ ഞാൻ ഇതുമായിട്ട് എക്സ്പ്ലോർ ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് അത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സ്പോണറാണ്, അങ്ങോട്ടേക്ക് പോകണ്ട. അതുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. ഇപ്പോൾ ഞാനിവിടെ ലോസ്റ്റ് ആയോ? ഞാൻ ശരിക്കും ലോസ്റ്റ്. ലൈറ്റ് ചെയ്ത് വെച്ചേക്കാം. ഗേസ് സ്പൈഡറാണ്. സ്പൈഡർ ഫാം എങ്ങനെ ഉണ്ടാക്കണ്ടേന്നുള്ള പഠിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാം. ഇപ്പോൾ അതിനെക്കുറിച്ച് വലിയ ഇതൊന്നുമില്ല, അറിയൊന്നുമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല, വീഡിയോയ്ക്ക് ബോറായിരിക്കും ഫുള്ളും. എനിക്ക് വീഡിയോൻ്റെ ലെങ്ത്ത് കുറയ്ക്കണമെന്ന് ഉണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. ഞാൻ കുറേ നോക്കാറുണ്ട് എഡിറ്റ് ചെയ്യാനൊക്കെ, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് നല്ല ലെങ്ത്തുള്ളത്. അതുകൊണ്ട് സോറി. ഒരാതൊരു സർപ്രൈസ് ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഇങ്ങനെ ലെങ്ത്തൊക്കെ കൂടുന്നത്. അപ്പോൾ ഞാൻ പിന്നെ വേറൊരു കാര്യം തീരുമാനിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള എനിക്ക് കിട്ടുന്ന ഓരോ സബ്സ്ക്രൈബിനും 20 ബ്ലോക്ക് വെച്ചും ഓരോ ലൈക്കിനും 10 ബ്ലോക്ക് വെച്ചും ഞാൻ പ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്കെൽട്ടനൊക്കെ ഉണ്ട്. മേളിലേക്ക് മൈൻഷാഫ്റ്റ് ഉണ്ടായിരുന്നു. അവിടുന്നാണ് ഇപ്പോൾ വന്ന്. ഉടമസ്ഥനുണ്ടോ? ഇല്ലായിരിക്കും. എല്ലാം കാര്യമില്ല. ഇതിലെങ്ങാനും ഞാൻ ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ സോറി അറിയാതെ വെച്ചോന്ന് വെച്ചാൽ ഇതിലെങ്ങാനും ലോസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നല്ല പണിയായിപ്പോൾ. ഇതിൻ്റെ മുമ്പൊക്കെ ഞാൻ കളിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ മൈൻഷാഫ്റ്റ് കണ്ടുപിടിക്കാൻ നേരത്തെ എക്സ്പ്ലോർ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഞാൻ ലോസായി പോയ. പിന്നെ ഞാൻ പിന്നെ ചത്തിട്ട് ഞാൻ തിരിച്ച് റീസ്പോണായി പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ സ്റ്റഫെല്ലാം പോകും. അപ്പോൾ ഇതിൽ ഞാൻ മാക്സിമം ചാവാതെ കളിക്കാൻ നോക്കുകയാണ്. എത്ര ദിവസം ചാവാതെ കളിക്കാൻ പറ്റുന്നതാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് ഇതിലത് നടക്കില്ല. പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിലെന്തായാലും അങ്ങനെ ചെയ്യില്ല. അല്ലാതെ നോക്കാം. അപ്പോൾ തന്നെ ലോസ്റ്റായി. ഇത് ഇവിടെ ലാവയും വാട്ടറുള്ള സ്ഥലം. അവിടെ ഇഷ്ടമായിരിക്കുന്ന ഇതാ ലാവ ഒഴുക്കിച്ചെന്ന്. കയ്യിലത്തെ ടോർച്ചാണ്. പക്ഷേ സോഡിൻ്റെ ഷീൽഡിൻ്റെയൊക്കെ ഹെൽത്താണ് നല്ല കുറവാണ്. അത്ര കുഴപ്പമില്ല, കുറവായിരിക്കുവാണ്.
വേറെ ഏതോ ഞാൻ ഇതായിട്ടൊരു ചെസ്റ്റും കണ്ടുപിടിച്ചിട്ടില്ല. ഓ പേടിച്ചു ബാറ്റ്. ഞാൻ ബാറ്റിനെ പേടിപ്പിച്ചു, അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞപ്പോൾ തരുന്ന ഞാൻ ഇതായിട്ട് ചെസ്റ്റ് കണ്ടുപിടിച്ചിട്ടില്ല ഇതിൽ മൈൻക്രാഫ്റ്റിൽ. അപ്പോൾ അത് ഞാൻ മെയിനായിട്ട് ചെസ്റ്റ് കണ്ടുപിടിക്കാനാണ് വന്നത്. അപ്പോൾ ചെസ്റ്റ് കണ്ടുപിടിച്ചിട്ടില്ല ഇതായിട്ട് ഞാൻ. അപ്പോൾ അപ്പോൾ ചെസ്റ്റൊക്കെ നോക്കണം. ഞാൻ ചെസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് വന്നത് മൈൻക്രാഫ്റ്റിലേക്ക്. അത് തന്നെ. അപ്പോൾ ചെസ്റ്റിനപ്പോൾ ഡയമണ്ട് ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതായത്. ഇങ്ങോട്ടേക്കൊക്കെ ഉണ്ട്, ചെസ്റ്റ് മാത്രമില്ല. അയണൊക്കെ കിട്ടുന്നുണ്ട് കുറേ. അയ്യോ, ഞാൻ ഫുഡിൻ്റെ കാര്യം ഓർത്തില്ല കേട്ടോ. ഞാൻ ഫുഡ് അധികം എടുത്തിട്ടില്ല. സോംബി വരുന്നത്. ഞാൻ PvPക്ക് അത്രയും പ്രോ അല്ല. അതുകൊണ്ട് എൻ്റെ ഇങ്ങനെ സോമിയും ക്രീപ്പറൊക്കെ വരുന്ന സമയത്ത് എൻ്റെ ഫൈറ്റാണ് ഞാൻ അത്രയും കൊള്ളത്തൊന്നും ഉണ്ടാവില്ല. ക്ഷമിക്കണം, ഞാനതൊക്കെ പഠിച്ച് വരാം. ഞാൻ ശരിക്കും ഇപ്പോൾ ലോസിംഗ് ഷാഫ്റ്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ. ഇനി നോക്കട്ടെ. ഇവിടെ കയണുണ്ട്, ഡയമണ്ട് ഒന്നുമില്ല. അയൺ കിടക്കും, അയൺ എടുക്കാം. ഇതൊരു കേവിലാണുള്ളത്, ഒരു വലിയൊരു കേവാണ്. അപ്പോൾ ഈ കേവിൽ നിന്ന് ഡയമണ്ട് കിട്ടുകയാണ്. അപ്പോൾ അല്ലേ, പക്ഷെ കിട്ടുന്നില്ല. ഇപ്പോൾ ഇവിടെ എന്തായാലും ഡയമണ്ട് കാണുന്നത് നല്ല കുറവായിരിക്കും. കാരണം ഇത് -2-ലാണ്. 2-ലധികം മൈൻക്രാഫ്റ്റിന് ഡയമണ്ട് ഇല്ല. അതുകൊണ്ട് ഇവിടെ കാണൂലായിരിക്കും ഇതൊന്നും. അപ്പോൾ എനിക്കൊരു ഹാർഡ് കോർ വേൾഡ് ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ ഈ സീരീസ് കഴിഞ്ഞിട്ട് അവർക്ക് അത് ഉണ്ടാക്കാം. ഇത് ഞാൻ ചിലപ്പോൾ എഡ്രാഗണെ ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇത് സെറ്റാക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴാണ് അത് ഞാൻ നോക്കാം. ഇത് എഡ്രാഗണെ കൊത്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എപ്പോഴാണ്. എഡ്രാഗണെ കൊല്ലാനായത് ഞാൻ എതറിൽ പോലും പോയിട്ടില്ല. അപ്പോഴേ എഡ്രാഗണെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. എന്താ നോക്കണേ. അയ്യോ, എങ്ങോട്ടാണ് പോകാനുള്ള? ആയിക്കോട്ടെ. ചെയിനൊക്കെ ഇപ്പം തന്നെ നമ്മുടെ കയ്യിൽ 28 അയൺ ആയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ മൈൻഡ് ചെയ്ത ഇന്ന്, അല്ലാതെ ഞാൻ എവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ടില്ല. അല്ലാതെ ഇവിടെ വന്നപ്പോൾ തന്നെ ഉള്ളതിൽ ഇപ്പോൾ തന്നെ ഞാൻ നേരത്തെ കൊന്ന സോംബീൻ്റെ ആണ് SP. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങോട്ടേക്ക് പോയി, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി, അങ്ങോട്ടേക്ക്. എങ്ങോട്ടാണ് മൈൻക്രാഫ്റ്റ് അത്ര വലുതല്ലേ? അപ്പോൾ സ്പെക്ടേറ്റർ മോഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കയറി മാറ്റാനും ഒന്നും പറ്റത്തില്ല. സ്പെക്ടേറ്റർ മോഡിലേക്ക്
എൻ്റെ അറിവിൽ സ്പെക്ടർ മോഡിലേക്ക് ആക്കണേ ഹാർഡ് കോറിൽ പോയിട്ട് ചാവണം, എന്നാലേ സ്പെക്ടർ മോഡ് കിട്ടത്തുള്ളൂ. ബെഡ് റോക്കില്ലേ ജാവയില്ല മാറ്റം ചെയ്തതൊന്നും അറിയില്ല. ഇതൊരു ഡഞ്ചാണ്. അതൊരു ഡഞ്ചാണ്. ഇങ്ങോട്ടൊക്കെ ഞാൻ പോയതാണ്. ഇങ്ങോട്ട് പോയത് അങ്ങോട്ട് പോയി. ഇനിയാണെങ്കിൽ അവിടെ പോകാനുള്ളത് കൺഫ്യൂഷൻ ആയില്ലേ. ഇപ്പോൾ താഴേക്കൊക്കെ പോയി നോക്കാം. വെച്ചാൽ വെള്ളമില്ലാതൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ഞാനിപ്പോൾ 3ാമത്തെ 4ാമത്തെ 5ാമത്തെ വട്ടം കേട്ടാ എത്തുന്നത്. ഞാനിപ്പോൾ ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ്, ലൂപ്പ് അടിച്ചോണ്ടിരിക്കുകയാണ്. ഈ വെയിറ്റ് ശരിക്കും ടൈമായിട്ടാന്ന് ചേട്ടുണ്ട് കേട്ടോ, ചരിക്കുന്നുണ്ട്. അതിനാണോ ഞാൻ അതൊക്കെ ആഡ് ചെയ്തത്. ഇങ്ങോട്ടേക്കൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തതാണ്. അത് ഇങ്ങോട്ടേക്കൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഇതൊക്കെ കാണുന്നുണ്ടത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഞാൻ വന്നിട്ടില്ല. കുറച്ചിടത്തേക്ക് സൈലൻ്റ് ആയിപ്പോയി, സോറി. എൻ്റെ ദൈവം, മോൺസ്റ്റർ പാർട്ടിയാണ് ഇവിടെ. ഞാൻ വെച്ച് ചത്തുന്ന ആദ്യം അടിയാണ് ഇവിടെ. അയ്യോ, ഫസ്റ്റ് ചെസ്റ്റ് ഉണ്ട്. എൻ്റെ ഉള്ളിൽ വെറും ടോർച്ചും ഗ്ലോബോഡിയൊക്കെ ഉള്ളു. ടോർച്ചും ഗ്ലോബോഡിയും ഉണ്ട്. പറയാൻ പറ്റില്ല. സോംബിനെയും ക്രീപ്പറിനൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. ക്രീപ്പർ കേൾക്കുന്നില്ല, മറ്റേ സ്ലൈമിൻ്റെ കേൾക്കുന്നുണ്ട്. -10 ഞാൻ കൺഫ്യൂഷൻ ആയിപ്പോയി. നേരത്തെ ഇതുപോലൊരു സ്ഥലം ഞാനവിടെ കണ്ടായിരുന്നു. ഇപ്പോൾ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പകുതി വെച്ച് ഞാൻ നിർത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് അവിടെ അടുത്ത ചെസ്റ്റ് ഉണ്ട്, അതിന് മുമ്പ് നോക്കട്ടെ. 2 ഗോൾഡൻ ആപ്പിൾ ഇരിക്കുന്നു. ടോർച്ച് എടുക്കാം.
എന്തായാലും നല്ല ഫൈൻഡ് ആയിരുന്നു. ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോവാണ്. എപ്പോഴാ എൻ്റെ അതേ നോക്കാം. ഇവിടെ ഒരു കേവാണ് താഴോട്ടേക്ക്. കേവ് എന്തായാലും എക്സ്പ്ലോർ ചെയ്യുന്നില്ല. വേണേ എക്സ്പ്ലോർ ചെയ്യണേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇത് ഞാൻ ലൂട്ട് ചെയ്ത ചെസ്റ്റാണെന്ന്. അതെ, ഞാനിത് ലൂട്ട് ചെയ്ത ചെസ്റ്റാണ്. ഇങ്ങോട്ടേക്ക് ഞാൻ പോയിട്ടില്ല. പോകണ്ട അല്ല, മണ്ടത്തരേ കാട്ടത്തുള്ളൂ. ഓക്കെ, ഞാൻ സ്റ്റക്കായി. ആ സമയത്ത് കുറേ സ്കെലട്ടൺ സോംബിയൊക്കെ വന്ന് നല്ല തല്ലൊക്കെ ഉണ്ടായി. നല്ല മാസമെന്ന് ഞാൻ വിചാരിച്ചു. അതായത് ഞാൻ പറഞ്ഞ മണ്ടത്തരേ കാട്ടത്തുള്ളൂ. ഞാൻ ഇതുമായിട്ട് ഡയമണ്ട് കണ്ടുപിടിച്ചിട്ടില്ല ഈ വേൾഡിൽ. ഇപ്പോൾ ഡയമണ്ടും കണ്ടുപിടിക്കണം. ഇപ്പോഴെങ്കിലും കണ്ടുപിടിക്കായിരിക്കും. പാർക്കോർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അത്ര വലിയ പ്രോ അല്ലെങ്കിലും ഒന്ന് നോക്കാം. പറ്റി. സോറി ഫോർ ദാറ്റ്. മണ്ടത്തരേ കാട്ടത്തുള്ളൂ. ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ. അതാണ് ഞാൻ പറയുന്നത്, മണ്ടത്തരേ ഞാൻ കാട്ടത്തുള്ളൂ. ഇതിപ്പോൾ വല്ലാത്തൊരു ഏരിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാനാകെ ഈ വേൾഡിൽ ആ സ്പൈഡർ സ്പോണർ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. വന്നിട്ടുണ്ട്, ഒന്ന് ഹീലാവാം. ഷീൽഡ് ഇപ്പോൾ പകുതിയായിട്ടുണ്ട്. ഞാൻ ശരിക്കും ലോസ്റ്റ് ഇൻ ഷാഫ്റ്റ് തന്നെയായിട്ടുണ്ട്. കാരണം എനിക്ക് ഇനി വഴിയൊന്നും തിരിച്ചു പോകാനുള്ള വഴിയൊന്നും എനിക്ക് അറിയത്തില്ല. ശരിക്കും ലോസ്റ്റ് ഇൻ ഷാഫ്റ്റ് ആണ്. ഇരുട്ടത്ത് നിന്ന് ഇതിനെ കാണുന്നില്ല. ഫസ്റ്റ് ഡയമണ്ട് ഈ വേളിലത്തെ ഫസ്റ്റ് സമയത്ത് അവിടെ വന്നതല്ല. ഇതങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയാം. ടോർച്ചും വയ്ക്കാം. വേൾഡിലത്തെ ഫസ്റ്റ് ഡയമണ്ടാണ്. അപ്പോൾ ഡയമണ്ട് കിട്ടുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും ഇങ്ങനെ പൊട്ടിച്ച് നോക്കും. ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയിട്ട് വേറെ ഉണ്ടോയെന്ന് നോക്കും. ഇതെനിക്കിപ്പോൾ കണ്ടിട്ട് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. അതെ, ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. ഇങ്ങനെ ചുറ്റിനുള്ള ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയിട്ട് ഞാൻ ഇത് സാധാരണ ഡയമണ്ടൊക്കെ പൊട്ടിക്കാറുള്ളൂ. അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ എങ്ങാനും അടുത്ത് വേറെ ഏതെങ്കിലും ഡയമണ്ട് ഉണ്ടെങ്കിൽ നമുക്കത് മിസ്സായി പോവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാറ്. ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. വേൾഡിൽ ആദ്യ ഡയമണ്ട്. എനിക്കിവിടെ കുറേ ഗസ്റ്റും വന്നു ഇപ്പോൾ ഉണ്ട്. ഇവിടെ കേവ് സ്പൈഡർ ഉണ്ടെന്നാണ് തോന്നുന്നത്. അല്ലല്ല, സാധാ സ്പൈഡർ. കേവ് സ്പൈഡറിന് പച്ച കളറല്ലേ.
എൻ്റെ വെളിയിൽ തേച്ച ആദ്യത്തെ സ്പൈഡറിനെയാണ് ഞാനിപ്പോൾ കൊന്നത്. അടുത്ത ചെസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അടുത്ത സ്പൈഡറിനെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്പൈഡർ സെക്കൻഡ് ഗോൾഡൻ ആപ്പിള്. പിന്നെ ഗോൾഡൻ ഗ്ലോബറി ആക്ടിവേറ്റർ. മെലൺ സീഡ് വേണം. പുതിയതായിട്ടുള്ളൊരു ഇതാണ്. മെലൺ ഫാം വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇതെനിക്ക് തോന്നുന്നു വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് കാണാൻ. മൈൻഷാഫ്റ്റ് എക്സ്പ്ലോർ ചെയ്യുന്നതായതുകൊണ്ട് നിങ്ങൾ ഇത്ര ഇരുന്ന് കാണുന്ന വിചാരിക്കുന്നു. പിന്നെ എൻ്റെ അടിപൊളി ഫൈറ്റ് ഉണ്ട്. അയ്യോ ഇല്ല, എവിടെയൊക്കെ വിടുന്ന എവിടെ സ്പോണറുണ്ടോ? കുറേ സോങ് ഇറങ്ങിയായിരുന്നു. എൻ്റെ ഷീൽഡ് എന്തായി? പൊട്ടാനായിട്ടുണ്ട്. ഞാൻ -26. ഞാൻ എവിടുന്നാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ഓർമ്മയില്ല. -5 എന്നാണ് ഓർമ്മയില്ല. ഞാൻ ഇപ്പോൾ വരാം. ഞാനിവിടെ നിന്ന് നിർത്തട്ടെ. എനിക്ക് അർജൻറ്റായിട്ടൊരു സ്ഥലം വരെ പോകണം. ഇപ്പോൾ വരാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം ഇന്നത്തേക്ക്. ഇപ്പോൾ ബാക്കി എക്സ്പ്ലോറിങ് ഞാൻ ബാക്കി നാളെ ചെയ്യാം. അപ്പോൾ ചേച്ചാ ബൈ.